പാർട്ടി പ്രവർത്തകർക്കും വോട്ടർമാർക്കും നന്ദി പറഞ്ഞ് KKR. ഭൂരിപക്ഷം കുറഞ്ഞതും സംസ്ഥാനത്ത് പാർട്ടിയുടെ വീഴ്ചയും പരിശോധിക്കും. കടുത്ത പോരാട്ടത്തിനൊടുവിൽ പുതുക്കാട് വിജയിച്ച് കയറിയപ്പോഴും സംസ്ഥാനത്ത് LDFന്റെ പരാജയം പ്രവർത്തകർക്ക് നിരാശയായി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം കഴിഞ്ഞ പുതുക്കാടിന്റെ KKR വിജയശ്രീലാളിതനായി നമുക്ക് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. ഏതായാലും KKR ആണ് ഇപ്പോൾ എന്നോടൊപ്പമുള്ളത്. വലിയ ഒരു UDF തരംഗം സംസ്ഥാനത്ത് ഉണ്ടായി എന്ന് പറയുമ്പോഴും പുതുക്കാട് മണ്ഡലം ആടിയുലയാതെ കാക്കാൻ ഒരു കപ്പിത്താനെ പോലെ KKRന് കഴിഞ്ഞു. എന്ത് തോന്നുന്നു ഈ അവസരത്തിൽ? ഈ വിജയത്തിൽ വളരെ സന്തോഷമുണ്ട്. ഈ വിജയത്തിൻ്റെ പിറകിൽ പ്രവർത്തിച്ചവരുണ്ട്, അതോടൊപ്പം ആദ്യമായി വോട്ട് രേഖപ്പെടുത്തിയവരുണ്ട്, പ്രവർത്തനങ്ങൾക്ക് വിവിധ തരത്തിലുള്ള സഹായങ്ങൾ നൽകിയവരുണ്ട്, സഹകരിച്ചവരുണ്ട്. എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി എൻ്റെ സ്നേഹാഭിവാദ്യങ്ങളും നന്ദിയും അറിയിക്കുകയാണ്. ഈ വിജയം ഞാൻ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനത്തിന് ശേഷം CPMൻ്റെ നേതാവായിട്ടുള്ള M സ്വരാജ് ഫേസ്ബുക്കിൽ കുറിച്ചത് അനർഹമായ ഒരു പരാജയമാണ് LDFനുണ്ടായതെന്നാണ്. KK രാമചന്ദ്രൻ എങ്ങനെയാണ് ഈ ഒരു സംസ്ഥാനത്തുണ്ടായിട്ടുള്ള ഒരു വീഴ്ച, അത് എന്തായിരിക്കും അതിൻ്റെ കാരണങ്ങൾ, എങ്ങനെയാണ് ഈ ഒരു ഇതിനെ കാണുന്നത്? അല്ല, അത് നമുക്ക് തെരഞ്ഞെടുപ്പ് വിജയപരാജയങ്ങളുണ്ടാവുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തിയിട്ടാണ് ഞങ്ങളത് പറയുക. LDF എന്ന രീതിയിൽ അത് കൂട്ടായി ചർച്ച ചെയ്ത് ഈ പരാജയത്തിലുണ്ടായ ഘടകങ്ങൾ എന്താണെന്ന് പരിശോധിക്കും. ഓരോ പാർട്ടികളും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഓരോ കക്ഷികളും അവരുടേതായിട്ടുള്ള പ്രത്യേകമായ പരിശോധനകൾ നടത്തും. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ കാര്യങ്ങൾ വിശദമായി നമുക്ക് പറയാൻ കഴിയുക. ഇപ്പോൾ UDF നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ മുന്നോട്ട് വെച്ച വികസന വാഗ്ദാനങ്ങളാണോ ജനങ്ങൾ സ്വീകരിച്ചത്? അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെയല്ല. എന്തായാലും ഇപ്പോൾ അവർക്ക് വിജയം ഉണ്ടായല്ലോ, അത് നമ്മൾ അംഗീകരിക്കുന്നു. നമുക്ക് കാത്തിരിക്കൂ. ഈ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടല്ലോ. ഇപ്പോൾ നാളെ തൊട്ട് KSRTC ബസ്സിലൊക്കെ സ്ത്രീകൾക്ക് ഫ്രീ ആണല്ലോ. അതൊക്കെ നമുക്ക് അധികം വൈകാതെ നമുക്ക് കാണാം. ഇത്രയും ഇപ്പോൾ മറ്റു കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞ് പുതുക്കാട് മണ്ഡലത്തിൽ KKR തന്നെ കഴിഞ്ഞ 21-ൽ നേടിയ ഭൂരിപക്ഷം നമുക്ക് വളരെ കുറവ് ഭൂരിപക്ഷത്തിലേക്കാണ് ഇത്തവണ എത്തിയത്. വിജയം നിൽക്കുമ്പോഴും ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ കാരണങ്ങൾ അതിന് കാണുന്നുണ്ടോ? അല്ല, ഭൂരിപക്ഷം നമ്മുടെ കേരളത്തിലെ ഒരുപാട് മണ്ഡലങ്ങളിൽ വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന 60,000, 50,000, 40,000 ഉണ്ടായിടത്തും ഭൂരിപക്ഷം കുറഞ്ഞിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ മൊത്തമായ ഒരു വിശകലനം നടത്തിയിട്ടില്ലെങ്കിലും BJPയുടെ ഒരു 10,000-15,000 വോട്ട് ഇപ്പോൾ കാണാനില്ല. അപ്പോൾ അതെല്ലായിടത്തും ഈ ഇലക്ഷൻ്റെ പ്രത്യേക ഘട്ടങ്ങളിലൊക്കെ അത് സംസാരമായിരുന്നു. അതൊക്കെ നമുക്ക് പരിശോധിച്ചിട്ട് പറയാം. ഒറ്റയടിക്ക് അങ്ങനെ വിശദീകരിച്ച് പറയുന്നത് ഉചിതമല്ലല്ലോ, അതല്ലല്ലോ ഒരു രീതി. മണ്ഡലത്തിൻ്റെ ഓരോ ബൂത്തുകളുടെയും ഓരോ പഞ്ചായത്തുകളുടെയും ഒക്കെ സ്ഥിതിഗതികൾ നോക്കിയിട്ട് നമുക്ക് പറയാം. ഇവിടെ 4 പഞ്ചായത്തിൽ UDF ഭരണവും 5ാമത്തെ പഞ്ചായത്തിൽ BJPയും കോൺഗ്രസും ചേർന്നിട്ടുള്ള ഭരണമാണ്. അങ്ങനെ 5 പഞ്ചായത്ത് അപ്പുറത്താണ്. 2 പഞ്ചായത്തിലാണ് LDFന് വ്യക്തമായ ഭൂരിപക്ഷം ഇവിടെ ഭരിക്കാനുള്ളത്. 8 പഞ്ചായത്തിൽ, പാറപ്പൂക്കരയും നെന്മണിക്കലും മാത്രം. വല്ലച്ചിറ പോലും 6 BJP, 6 LDF, 4 UDF ആണ്. 16 എണ്ണത്തിൽ 6 എണ്ണം മാത്രമാണ്. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മളിവിടെ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. എല്ലാ രീതിയിലുമുള്ള പ്രതികൂല ഘടകങ്ങൾ ഒരുക്കാൻ ശ്രമിച്ച ആ ഘടകങ്ങളെയൊക്കെ തട്ടി നീക്കി വിജയത്തിലേക്ക് എത്തിച്ചു. വളരെ സന്തോഷമുണ്ട്. നന്ദി. ഏതായാലും വോട്ടർമാരോട്, പ്രവർത്തകരോടൊക്കെ ഹൃദയം കൊണ്ട് നന്ദി പറയുകയാണ് KKR. നിയമസഭയിൽ പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ഒരു മികച്ച MLA ആയി തുടരാൻ KKR ഒപ്പമുണ്ടാകും. പുതുക്കാടിൻ്റെ ശബ്ദമാകാൻ KKR ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ഏതായാലും വിജയാശംസകൾ.